ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഞാനും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഇന്നിപ്പോൾ വീട്ടിലേക്ക് എത്തി. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പം ഇന്ന് വീട്ടിലേക്ക് എത്തി. അപ്പോൾ എന്താ പറയുക, വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിൽ കൊലായി ആ ഭാഗത്തേന് സ്റ്റെപ്പ് ഇപ്പം ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചില്ല, അപ്പോൾ അത് അങ്ങനെ വെച്ചു. മണ്ണ് തിന്നുണ്ടെങ്കിൽ അവളോട് മണ്ണ് തൊടരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അവൾ മണ്ണ് തന്നെയാണ് തൊടുന്നത്. തൊടിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് കേൾക്കുമോ? പിന്നെ നമ്മളിതാ ഈ ഒരു ഫ്രണ്ടിൽ അങ്ങനെ ഒരു നമ്മളെ ഇങ്ങനെ അതിരാണ്. ഈ അതിര് നമ്മളിങ്ങനെ തിരിച്ച് കെട്ടണം കേട്ടോ. അപ്പം ഇങ്ങനെ കെട്ടണം, കോഴിയുള്ള നിൽക്കുന്നതിൽ ഇങ്ങനെ കെട്ടണം. അപ്പോൾ അത് നമ്മൾ തെങ്ങിൻ്റെ അടുത്ത് മാത്രം അതങ്ങനെ ചെരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചീച്ച നമ്മൾ തന്നെ കെട്ടുന്നതും കൊണ്ട് കുറച്ചീച്ച ഇനിയിപ്പോൾ നാളെ തുടങ്ങണം പണി ബാക്കിയുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കോഴിക്കൂട്, കുഞ്ഞിക്കൂട്. ഞാൻ തന്നെ കെട്ടിയാട്ടെ ഈ കോഴിക്കൂട്. കാരണം ബേക്കിലോട്ട് കൂട് കെട്ടിയിട്ട് കോഴിക്കൾ ബേക്കിൽ കൂട്ടിൽ പോകണില്ല. അപ്പോൾ ഇവിടെ തന്നെ അതിനോലെ ആദ്യമുള്ള കൂട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ അവിടെ തന്നെ ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മതിൽ കെട്ടി തിരിച്ചിട്ട് വേണം കോഴിക്കോട് കുറച്ചും കൂടി അങ്ങോട്ടാക്കാൻ. അപ്പം ഇങ്ങനെ ആക്കി ഫ്രണ്ട്. ആദ്യം നമ്മൾ ആ സൈഡിൽ നിന്നല്ലേ സ്റ്റെപ്പ് പൊളിച്ചില്ലത് ആ സൈഡിലുണ്ട്. പക്ഷെ അതിന് പൊളിക്കണം. ഞങ്ങളിത് അങ്ങോട്ടേക്ക് വേറെ എക്സ്ട്രാ സ്റ്റെപ്പ് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഇതാ അവിടെ ഇങ്ങനെ കെട്ടി. ഇത് ഞങ്ങൾ തന്നെ പണിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് നല്ല രസമുണ്ടല്ലേ കൊലായി. നമ്മളത് അവിടെ ഒരു മതിലുണ്ടായ ഒരു തിണ്ട് കെട്ടീന്, ആ തിണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞ്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് എന്താ പറയുക, കയറുന്ന ഇങ്ങനെ തന്നെ ആക്കി. അത് അന്ന് തൽക്കാലം നമ്മളങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. കാരണം അന്ന് കോഴികൾ നിറച്ചും ഉണ്ടായിരുന്നു. അപ്പം എന്തില്ല, കോഴികൾ കൊലായിലേക്ക് ഇങ്ങനെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഒരു ഇത് മറ ചെയ്താട്ടോ. അപ്പോൾ കോഴീനൊക്കെ ഞാൻ കുറേ കൊടുത്ത് കളഞ്ഞ്. അപ്പോൾ കുറച്ച് കോഴികളുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ കയറുന്നില്ല. അപ്പോൾ പിന്നെ അത് പൊളിച്ചിട്ട് ഞങ്ങൾ തന്നെ പണി അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ കാണാൻ ഒരു ചെറിയൊരു ലുക്കൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ അതാ കൊലായിൽ ഭയങ്കര വെയിലായും കൊണ്ട് ആ ഒരു പച്ച നെറ്റ് ആദ്യം ഒരു ഷീറ്റായിരുന്നു അടിച്ചത്. അപ്പോൾ ഞാൻ മിനിയാന്ന് വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ, കാറ്റുകൊണ്ട് ഷീറ്റൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ പിന്നെ നമ്മളിതാ പച്ച നെറ്റ് വാങ്ങിയിട്ട് അങ്ങനെ കെട്ടിയതാണ്. അപ്പോൾ അത് രസമുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെയൊക്കെ വീഡിയോ കേട്ടോ. കാരണം എൻ്റെ സൈറ്റ് ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്നാ വന്നത് ഉച്ചയ്ക്കാവാനായിക്ക് വന്ന് പിന്നെ നമ്മളെ വീടൊന്നായിട്ട് കാറ്റ് അടിച്ചിട്ട് നാശകൂശായി കിടക്കല്ലേ. പിന്നെ അതൊന്നേന്നും പറഞ്ഞ് ഞാൻ തുടങ്ങണം. അപ്പോൾ ആ പണിയും കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, സമയം വേണ്ടേ. ഒന്നെങ്കിൽ ആരെങ്കിലും എടുക്കണം. നമ്മൾ ചറപ്രകാ പറഞ്ഞ് വേഗം എടുക്കുന്നോണ്ടേ. ലുലു കല്ല് തുള്ളിയിരുന്നുണ്ടോ ഉണ്ടല്ലേ. അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, എന്താണെങ്കിലും ഇപ്പം നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു കാലാവസ്ഥ. ഫോണിലേക്ക് നോക്കിയിട്ടൊരു ക്ലിയർ ഉണ്ട്. മറ്റേ നമ്മളെ ഫോണിലേക്ക് നോക്കിയാൽ വെളിച്ചം ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും. ക്യാമറയൊക്കെ ഇരുട്ടത്ത്. കൂട്ടുപോകാനായില്ലേ എന്ന് എനിക്കവരോട്. കുഞ്ഞിക്കൂട്ടിൽ ഇവക്ക് മാത്രം കുറച്ച് താമസമാണ്. ഇവളെല്ലാവരും കൂട്ടിപ്പോയാലും ഇവക്ക് എന്താ പറയുക, ഇരുടാവണം ഇവക്ക് കയറണമെങ്കിൽ. ഉണ്ടോ അതോ ചെക്കിപ്പെറുക്കി നടക്കുക. അവരൊക്കെ മുട്ടയിടുന്നവരാട്ടോ. ഇവിടെ മുട്ട ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഒരു കടയത്തെ മുട്ടയൊന്നും മക്കൾ കഴിക്കൂല, നമുക്ക് തന്നെ വേണം. അതുകൊണ്ട് എന്താ പറയുക, 300 കോഴി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 3-4 മാസം വരെയൊക്കെ 300 കോഴിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കലൊക്കെ ആയിരുന്നു. ചെറിയൊരു വരുമാനം അങ്ങനെ പറയാം. പക്ഷെ പിന്നെ ഒക്കെ സൗകര്യത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഒക്കെ ഒഴിവാക്കി. അത് ഒഴിവാക്കിയപ്പോൾ എനിക്ക് പിന്നെ ഐറ്റങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമം. ഇനിയിപ്പോൾ വിരിയിച്ചിട്ട്. അപ്പോൾ കൂടും കാര്യങ്ങളൊന്നും നല്ല ഇല്ല. ഒരു എന്താ പറയുക, നെറ്റടിച്ചൊരു കമ്പിൻ്റെ കൂടുണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു ചെറിയ കമ്പിക്കൂടിനൊരു 7000 റുപ്യൊക്കെ വേണ്ടി വരും. ഒരു 6,000 റുപ്യ. ഒരു വൃത്തിയായിട്ട് എന്നിട്ട് തുറന്നൊന്നും ഇടാണ്ട് അങ്ങനെ വളർത്താൻ. ഇവിടെ കുറുക്കന്മാർ പോലെ നമ്മൾ വളർത്തി ഇങ്ങോട്ട് വലുതായി വരുന്നത് കണ്ട് ഇറച്ചിയൊക്കെ ഉണ്ട് മനസ്സിലാക്കിയ കുറുക്കന്മാരും അത് കൊണ്ടുപോയിക്കാളും. അപ്പോൾ ഒരു കൂടുണ്ടാക്കണം. അപ്പോൾ വീണ്ടും കോഴിയിലേക്ക് തന്നെ ഇറങ്ങണം. എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ വേണ്ടേ. അപ്പം അങ്ങനെയാണ്. പിന്നെന്തെല്ലാം വിശേഷങ്ങളൊക്കെ പറയട്ടെ എല്ലാവരും. ഇപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും എന്താ പറയുക, അപ്പം മോക്ക് മരുന്ന്
ഇന്നലെ ഇത് തന്നിട്ട് ഇതുവരെ വാങ്ങിയില്ല. അതിനിപ്പോൾ വാങ്ങാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ഈ മണ്ണ് നല്ല തിന്നുന്നതുകൊണ്ട് വെക്കുന്നുണ്ടോ അനീമിയ എങ്ങാൻ ഉണ്ട് പറഞ്ഞിട്ട് ഡോക്ടർ. അനീമിയുള്ള കുട്ടിയല്ലേന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോ ഇതിപ്പോൾ എന്തൊരു രോഗമാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഓ അതിമ കയറാൻ പറ്റില്ല. ബ്രൂ അതാ കൊലായിൽ അതിമ പോയി കയറിക്കോ. ആടെ പോയി കയറിക്കോ. ബ്രൂ കൊലായിൽ പോയിക്കോ. മാണ്ട ആടെ പോയിക്കോ. അതിമ കയറിയ തല കുത്തനെ വികുങ്ങി. ഒരു കുതിരനെ അവൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി ഞാൻ കെട്ടിയിട്ട് കൊടുത്തു. അതെല്ലാം കൂടി മക്കൾ കളിച്ചിങ്ങനെ തല കുത്തനായി പോയിക്കുന്നത്. അപ്പോൾ അതിമ കയറാൻ അതിമ കയറണ്ട വാവു വാ കൊതുക് അടിക്കും വാ പോരി. അപ്പോൾ ഇതായാലും ഞങ്ങളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ.